30 സെക്കൻഡ് നീണ്ട ഒരു യാത്ര ചെയ്ത് നോക്കാം. താങ്കൾ സ്വന്തം വാഹനത്തിൽ കയറുന്നു. വളരെ വലിയ ഒരു ഹോസ്പിറ്റലിൻ്റെ പുറമേ എത്തിച്ചേരുന്നു. അവനെ കാണുക. ഗേറ്റിൽ കൂടി നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങളെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടാവും. അയാളെ കാണുക. കണ്ടില്ലേ? അവിടെ നിൽക്കുന്ന ആളെ കണ്ടുവല്ലോ. നിങ്ങൾ ഉള്ളിലേക്ക് പോകുന്നു. റിസപ്ഷനിൽ ഒരു ലേഡിയുണ്ട്. നിങ്ങൾ അവരെ കാണുന്നു. എന്നിട്ട് മുകളിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് കാണേണ്ട കൺസൾട്ടൻറ്റിനെയും കാണുന്നു. ഇനി നിങ്ങൾ ടോപ്പ് ഫ്ലോറിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾ ധാരാളം ഹോസ്പിറ്റൽസിൻ്റെ ഉടമയായ ഒരാളെ കാണുന്നു. 4 പേരുമായും നിങ്ങൾ മീറ്റ് ചെയ്യുന്നു. ഈ 4 പേരുമായും നിങ്ങളുടെ പെരുമാറ്റം ഒരേപോലെ ആയിരുന്നു. പറയൂ. യെസ് ഓർ നോ? 1, 2, 3, 4. ഗേറ്റിൽ നിൽക്കുന്ന ഗാർഡ്, റിസപ്ഷനിലെ ലേഡി, കൺസൾട്ടൻറ്റ്, ഹെഡ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഈ 4 പേരോടും നമ്മൾ പെരുമാറിയതിൽ നമ്മുടെ ഒറിജിനൽ ആയ സ്വഭാവം ഏതായിരുന്നു? നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവാം. എന്നാലും ഈ 4 പേരോടുമുള്ള പെരുമാറ്റങ്ങളിൽ എൻ്റേതു മാത്രമായ സ്വഭാവം ഏതായിരുന്നു? 4 പേരോടും എനിക്ക് ഒരേപോലെ പെരുമാറാൻ കഴിയുമോ? ഇസ് ഇറ്റ് പോസിബിൾ? ഞാൻ എങ്ങനെയാണ് ഈ 4 പേരോടും പെരുമാറേണ്ടത്? ഞാൻ 4 പേരോടും ഒരേപോലെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? അയാൾ വെറും ഒരു വാച്ച്മാനാണ്, മറ്റേയാൾ ചെയർമാനും. ഇതിൽ വേറൊരു കാര്യം കൂടി നോക്കാനുണ്ട്. സമയം വളരെ അപ്രതീക്ഷിതമായാണ് മാറുക. ആരെപ്പോൾ ഏത് പൊസിഷനിൽ എത്തുമെന്ന് പറയാനേ കഴിയില്ല. അതുകൊണ്ടാണ് ആളുകൾ സ്വന്തം പൊസിഷനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത്. റിട്ടയർ ചെയ്താലും ഞാൻ മുൻപ് ഇതായിരുന്നു, എൻ്റെ പൊസിഷൻ ഇതായിരുന്നു എന്നെഴുതും. കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആദരവ് ആ പൊസിഷൻ കാരണമാണ് ലഭിച്ചിരുന്നത്. റെസ്പെക്റ്റ് ടു ദി പൊസിഷൻ. ഈ 4 പേരോടും നമുക്ക് ഒരുപോലെ പെരുമാറാനാവുമോ? നമ്മൾ ഒരേപോലെ പെരുമാറിയാൽ അതായിരിക്കും നമ്മുടെ ഒറിജിനൽ നേച്ചർ. അല്ലാതെ ഓരോ 5 മിനിറ്റിന് ശേഷവും മാറുന്ന ഒന്നിനെ നമുക്ക് ഒറിജിനൽ എന്ന് പറയാനാവില്ല. ഓരോ ഫ്ലോർ ചേഞ്ച് ആകുമ്പോഴും ബിഹേവിയർ ചേഞ്ചസ് വരുന്നില്ലേ? അതിനെ ഒറിജിനൽ എന്ന് പറയാൻ പറ്റില്ല. ദറ്റ് കനോട്ട് ബി ഒറിജിനൽ. എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം ഇങ്ങനെ ഇടയ്ക്കിടെ മാറി വരുന്നത്? കാരണം നമ്മൾ ആ വ്യക്തികളുമായല്ല കണക്റ്റഡ് ആവുന്നത്. നമ്മൾ ആ വ്യക്തികളുടെ റോളുമായാണ് കണക്റ്റഡ് ആവുന്നത്. മുഴുവൻ ദിവസത്തെ കാര്യങ്ങളും പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും. നമ്മൾ അധികവും ഏതെങ്കിലും ആളുകളുടെ റോളിനോടോ അവരുടെ അറിവിനെയോ അവരുടെ പൊസിഷനെയോ ജീവിതത്തിലെ നേട്ടങ്ങളെയോ ഒക്കെ നോക്കിയാണ് അവരോട് പെരുമാറുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി കണക്റ്റഡ് ആവുമ്പോൾ ഇതൊരു ഈഗോ ആയി മാറുന്നു. ആ ബന്ധത്തിൽ ഒരു ഈഗോ കണക്ഷനും ഉണ്ടാകുന്നു. എൻ്റെ നേട്ടങ്ങളെയും നിങ്ങളുടെ നേട്ടങ്ങളെയും നോക്കി ഞാൻ ഉണ്ടാക്കുന്ന ബന്ധങ്ങളെയാണ് ഈഗോ ആൻഡ് ഈഗോ കണക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനു പകരം നമ്മൾ ആ വ്യക്തികളായി മാത്രം കണക്റ്റഡ് ആവുമ്പോൾ അത് 2 ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമായി മാറുകയാണ് ചെയ്യുന്നത്. ഐ കണക്റ്റിംഗ് ടു യു. ഇനി വീണ്ടും അതേ സ്ഥലത്തേക്ക് തിരിച്ചു പോകാം. എന്നിട്ട് 4 പേരെയും വീണ്ടും കാണാം. ബോധപൂർവമായുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് വീണ്ടും അവരെ കണ്ടു നോക്കാം. ഞാനൊരു ശുദ്ധമായ ആത്മാവാണ്. ഒരു ആത്മാവായ ഞാൻ മറ്റൊരു ശുദ്ധവും പവിത്രവുമായ ആത്മാവിനെ കണ്ടുമുട്ടുന്നു. അവരെല്ലാം വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നവരാണ്. റോൾ വേറെ വേറെയാണ്. അവരുടെ ജോലിയുടെ നിയമങ്ങളും വേറെ വേറെയാണ്. നിങ്ങൾ ഗേറ്റ് കടന്നു വരുമ്പോൾ ഗേറ്റിൽ നിൽക്കുന്നയാൾ നിങ്ങളെ സല്യൂട്ട് ചെയ്യും. അല്ലാതെ നിങ്ങൾ അയാളെ സല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് അയാളുടെ റോളാണ്. ആ ജോലിയോടും നമ്മൾ ഒരു ബഹുമാനം കാണിക്കണം. നിങ്ങൾ അയാളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ സംസാരത്തിൽ ബഹുമാനവും ഉണ്ട്.
സ്നേഹവും ബഹുമാനവും രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ടോപ്പ് ഫ്ലോറിലേക്ക് പോയാൽ നിങ്ങൾ ഇരിക്കുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റ് അത് മറ്റൊരാൾക്ക് നൽകിയേക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുമ്പോൾ മറ്റാരോ നിങ്ങൾക്കായി ഗേറ്റ് തുറന്നു തരുന്നു. ഇതൊക്കെ ഓരോ റോളിനോടുള്ള ബഹുമാനങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മൾ റോളുകളിൽ തന്നെ അത്രയധികം കുടുങ്ങിപ്പോയിരിക്കുന്നു. എന്നിട്ട് റോളിനനുസരിച്ച് ആളുകളോട് സംസാരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒരാളെ കൂടുതൽ ബഹുമാനിക്കുന്നു, പിന്നെ റോൾ അനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറുന്നു. റോൾ അനുസരിച്ച് ഒരാളെ വഴക്കു പറയുന്നു, എന്നാൽ മറ്റൊരാളെ വഴക്ക് പറയാനാവാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം ഒറിജിനാലിറ്റിയെയും സ്വന്തം പ്യൂരിറ്റിയെയും പതുക്കെ പതുക്കെ കുറയുന്നു. ഞാനൊരു പവിത്രമായ ആത്മാവാണ്. ഐ എം എ പ്യൂർ സോൾ, ഐ എം എ പീസ്ഫുൾ സോൾ എന്ന ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മുന്നിലെത്തുന്നവരെയും അങ്ങനെ തന്നെ കാണാനാവും. ഷിഫ്റ്റ് ഇൻ കോൺഷ്യസ്നെസ്. ഇത് ഈസിയായി ചെയ്യാനാവുന്ന കാര്യമാണോ? അവരുടെ ജോലി നിയമങ്ങളൊക്കെ വെവ്വേറെ ആയിരിക്കും. അവർ നമ്മളെ കണ്ടയുടൻ എഴുന്നേറ്റ് നിന്ന് ചിരിച്ച് സല്യൂട്ട് അടിച്ചു. എന്നാൽ നമ്മൾ അവരെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. ഒപ്പം 4th ഫ്ലോറിൽ പോയാൽ നമ്മളെ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നവരെ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ഫീലിങ്സും ഈഗോ തന്നെയാണ്. സ്വയം താഴെയാണെന്ന് ഫീൽ ചെയ്യുന്നതും ഞാൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നതാണെന്ന് ഫീൽ ചെയ്യുന്നതും, ഇത് രണ്ടും ഈഗോ തന്നെയാണ്. ഈഗോ എന്നാൽ എ റോങ് ഇമേജ് ഓഫ് മൈ ഓൺ സെൽഫ്. അവനവനെക്കുറിച്ചുള്ള ഒരു തെറ്റായ ഇമേജിൽ വിശ്വസിച്ച് ജീവിക്കുന്നതിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. എന്നാൽ ഞാനൊരു ആത്മാവാണ്, ഞാൻ മറ്റൊരു ആത്മാവായാണ് സംസാരിക്കുന്നത് എന്നറിയുമ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈക്വൽ ആൻഡ് ഈഗോലെസ്. ഒരു ഈഗോയും ഇല്ലാതെ രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടുകയാണെങ്കിൽ അതിലെങ്ങനെയുള്ള എനർജി ആയിരിക്കും ഉണ്ടാവുക? ഒരു കുട്ടിയെ നോക്കൂ. കുട്ടികൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുന്നു, ശരിയല്ലേ? മാർക്കറ്റിലൂടെയും റോഡിലൂടെയും ഒക്കെ നടക്കുമ്പോൾ മറ്റാരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന കുട്ടികളെ കണ്ട് നമ്മൾ പുഞ്ചിരിക്കാറുണ്ട്, അല്ലേ? എന്തുകൊണ്ട്? വാട്ട് ഈസ് ദെയർ ഇൻ ദി ചൈൽഡ്? കാണുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം കൊണ്ടുവരാൻ മാത്രം ആ കുട്ടിയിൽ എന്താണുള്ളത്? കുട്ടി ചിരിക്കുന്നതിനൊപ്പം നമ്മളും ചിരിക്കുന്നു. കാറിൽ പോകുന്ന ചെറിയ കുട്ടികൾ നമ്മളെ നോക്കി കൈവീശി കാണിക്കുമ്പോൾ നമ്മളും തിരിച്ചവരെ നോക്കി ചിരിച്ച് തന്നെ കൈവീശുന്നു, ശരിയല്ലേ? എൻ്റെ ഉള്ളിൽ ഇത്രയ്ക്ക് സന്തോഷം വരുത്താൻ മാത്രം ആ കുട്ടിയിൽ എന്താണുള്ളത്? കാരണം ആ കുട്ടി തൻ്റെ ഉള്ളിൽ ലെയേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ അതാണ്, ഇതാണ്, അങ്ങനെയാണ് എന്നൊന്നും ആ കുട്ടി ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അത്രയ്ക്ക് പ്യുവറായി നിൽക്കുന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് നമ്മുടെ ഉള്ളിലെ പ്യൂരിറ്റിയെ എമേർജ് ചെയ്യാൻ കഴിയുന്നത്. ഒരാൾ മാത്രം സോൾ കോൺഷ്യസ് ആയാൽ തന്നെ അയാൾക്ക് ചുറ്റുമുള്ളവരെയൊക്കെ സോൾ കോൺഷ്യസ് ആക്കി മാറ്റാൻ കഴിയും. രണ്ടുപേരും സോൾ കോൺഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഒരാൾ മാത്രമായാൽ മതി.